ടൊറന്റോയിലെ നാളെയുടെ പുലരി ആർക്കൊപ്പമാവും? ലോക ഫുട്ബോളിലെ രണ്ട് ഇതിഹാസങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലൂക്കാ മോഡ്രിച്ചും നേർക്കുനേർ വരുമ്പോൾ ഇരുവർക്കും ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ആർക്കാവും ആ കണ്ണീർ പടിയിറക്കം? കണ്ണും കാതുമെല്ലാം നാളെയുടെ ഉറങ്ങാത്ത രാവിലേക്കാണ്. സാന്റിയാഗോ ബെർണബ്യൂവിലെ മൈതാനങ്ങളിൽ ഒരു ഫുട്ബോൾ കാലത്തെ ത്രസിപ്പിച്ചവർ വീണ്ടും ഇറങ്ങുമ്പോൾ അത് ചരിത്രമാണ്. പ്രായം 40 പിന്നിട്ട 2 പേർ, ഇരുവരും അവരുടെ രാജ്യത്തിന്റെ പേരും പ്രൗഢിയും എല്ലാം ലോക ഫുട്ബോളിൽ രേഖപ്പെടുത്തിയവർ. നാളെ അതിലൊരാൾക്ക് അവരുടെ അവസാന ലോകകപ്പ് മത്സരമാവും. നമ്മുടെ ബാല്യവും കൗമാരവും എല്ലാം ഒരു പന്തിനാൽ ഹൃദയം കവർന്നവർ. 2006 റൊണാൾഡോയുടെ ലോകകപ്പ് അരങ്ങേറ്റം. പിന്നീട് 6 ലോകകപ്പിലും പറങ്കിപ്പടയുടെ എല്ലാമായ മനുഷ്യൻ. ആ പടയോട്ടം അവസാനിക്കാൻ ഇനി എത്ര നാൾ? കരഞ്ഞ കലങ്ങിയ കണ്ണുമായി ഹൃദയം പൊട്ടി അയാൾ ഖത്തറിൽ നിന്ന് മടങ്ങിയപ്പോൾ ഓരോ ഫുട്ബോൾ പ്രേമിയും വന്ന വിതുമ്പിക്കാണും. രാജ്യത്തിന് വേണ്ടി ഒരു ലോകകപ്പ് കിരീടമില്ലാത്തവനെന്ന പേരുദോഷം അയാൾക്ക് മാറ്റിയേ പറ്റൂ. ലിസ്ബണിലും മാഡ്രിഡിലും എല്ലാം അതിശയിപ്പിച്ച അയാളുടെ ബൂട്ടുകളിൽ നിന്ന് ഇനിയും മായാജാലങ്ങൾ ഉണ്ടാവുമോ? അയാളെ നേരിടാൻ വരുന്നത് ലൂക്കാ മോഡ്രിച്ചാണ്. അയാൾക്കും ഇത് അവസാന ലോകകപ്പാണ്. ക്രൊയേഷ്യൻ ജനതയുടെ പ്രതീക്ഷയും വിശ്വാസവും എല്ലാം അയാളിലാണ്. റഷ്യയിൽ ക്രൊയേഷ്യ എന്ന ഒരു കുഞ്ഞൻ രാജ്യത്തെ ലോകകപ്പിന്റെ ഫൈനലിൽ എത്തിച്ചു ഒരു ജനതയുടെ ഹീറോയായ മനുഷ്യനായിരുന്നു അയാൾ. യുദ്ധം വിതച്ച ഭീതിയിൽ നിന്ന് ഫുട്ബോൾ തട്ടിത്തുടങ്ങിയ കൗമാരം, പിന്നീട് ഒരു ദശാബ്ദക്കാലം ക്രൊയേഷ്യൻ മധ്യനിരയിലെ മാന്ത്രികനായ മനുഷ്യൻ. അതേ ഒരു ഫുട്ബോൾ കാലവും ഇവിടെ അവസാനിക്കുമ്പോൾ അതിലാര് ബാക്കിയാവും? ഉസ്ബെക്കിസ്ഥാനെതിരെ വിജയശേഷം റൊണാൾഡോയുടെ വാക്കുകൾ നമ്മളെല്ലാം ശ്രദ്ധിച്ചു കാണും. ഐ ആം ബാക്ക്. അതെ, ഇതാരുടെ തിരിച്ചുവരവാവും? അതെ, ലോകകപ്പിലെ ഏറ്റവും മികച്ച ത്രില്ലർ പോരാട്ടത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഫുട്ബോൾ ലോകം. ചരിത്രത്തിൽ പോർച്ചുഗലും ക്രൊയേഷ്യയും ഇതുവരെ നേർക്കുനേർ വന്നത് 10 തവണയാണ്. അതിലേ വിജയം പോർച്ചുഗലിനൊപ്പമായിരുന്നു. ക്രൊയേഷ്യക്ക് ഒരൊറ്റ കളിയിൽ മാത്രമാണ് അവരെ വീഴ്ത്താൻ സാധിച്ചത്. നാളെയുടെ പുലരി ഫുട്ബോൾ ചരിത്രത്തിലെ വികാര നിർഭരമായ ഒരു അധ്യായത്തിന് കൂടിയാവും സാക്ഷ്യം വഹിക്കുക.